ഹായ്, വെൽക്കം ടു 123 തോട്ട്സ്. വറുത്തരച്ച സാമ്പാറിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് വറുത്തരയ്ക്കാൻ വേണ്ട കൂട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. 3/4 കപ്പ് തേങ്ങ, ഒരു ചെറിയ പീസ് കായം, സാമ്പാർ പരിപ്പ് 1.5 ടീസ്പൂൺ, ചെറിയുള്ളി 4 എണ്ണം, പിന്നെ 2-3 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, കുരുമുളക് 10-15 മണി, ഉലുവ 1/4 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, പച്ചമല്ലി 2 ടേബിൾ സ്പൂൺ. ഈ മല്ലി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചേക്കുന്നതാണ്. സാമ്പാർ പൊടി 1 മുതൽ 1.5 ടീസ്പൂൺ വരെ. കായവും പരിപ്പും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായിട്ട് വരുമ്പോൾ കായ ഇട്ട് കൊടുക്കുക. കായത്തിന്റെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇത് ഫ്രൈ ആയി വന്നാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ മല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയുടെ ആ പച്ചപ്പ് ഒന്ന് പോയി കിട്ടുമ്പോഴേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇത് മൂത്ത് വന്നാൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാവൂ. ഒരുപാട് ചൂട് കൂട്ടി വെച്ചാൽ തേങ്ങ കരിഞ്ഞു പോവും. ഇപ്പൊ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് ഒന്ന് വറുത്ത് കൊടുക്കുക. അപ്പോഴേക്കും അതിന്റെ പച്ചമണം പോവും. പിന്നെ വേഗം തീ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് തണുത്ത ശേഷം കായവും പരിപ്പും അതേപോലെ തന്നെ ബാക്കി വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നന്നായി തന്നെ അരിഞ്ഞു കിട്ടും. പിന്നെ സാമ്പാറിലേക്കായി ഒരു 2.5 ടേബിൾ സ്പൂൺ പരിപ്പ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ച് വെച്ചേക്കുന്നത്. ഇത് നന്നായി വെന്ത ശേഷം ഒന്ന് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ സ്ഥലത്തും യൂസ് ചെയ്യുന്ന പച്ചക്കറികളിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം. ഒരു 6-7 എണ്ണം എടുത്താൽ മതി. മീഡിയം സൈസ് തക്കാളി 2 എണ്ണം, ഒരു പകുതി ക്യാരറ്റ്, ഒരു 4 വെണ്ടക്ക, ഒരു വലിയ മുരിങ്ങക്കായ, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി. ഇത് ഞാൻ കുതിർത്ത് വെച്ചേക്കുകയാണ്. ഈ പച്ചക്കറികളൊക്കെ നമ്മൾ ഈ പുളിവെള്ളത്തിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ ചട്ടിയിലാണ് ഇതെല്ലാം വേവിച്ചെടുക്കാൻ പോകുന്നത്. വെണ്ടക്ക ഒഴികെയുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്.
ഇനി ഇതിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടാതെ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ പച്ചക്കറികളൊന്നും മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ചു വെച്ച് നമ്മളിത് വേവിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ച വെണ്ടയ്ക്ക നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അല്ലാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടും. അതില്ലാതിരിക്കാൻ നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഉടച്ചു വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. വറുത്തരച്ച് വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ അരപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കുക. ഞാൻ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയാൽ കുറച്ച് ഉലുവ, 2-3 വറ്റൽമുളക്, അതേപോലെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. 123 തോട്ട്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.